you made. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. 6 feet deep under, but my body won't decay. Cause my messages are timeless, so they'll put them on display. Oh yeah, I rap with a certainty, I have a sense of urgency. A message for eternity, for everyone internally. I had some people burning me, but... ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അബ്ജോസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പം ഇന്ന് എൻ്റെ പുറകെ കിടക്കുന്ന വണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും വണ്ടിപ്രാന്തന്മാരുടെ ഇഷ്ടവാഹനമായിട്ടുള്ള നമ്മുടെ ജിപ്സി. ഇത് നല്ല രീതിയിൽ തന്നെ മോഡിഫൈഡ് ചെയ്ത നല്ല അടിപൊളി വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ, റണ്ണിങ്, അതുപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട കാണുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലത്തെ മോഹവണ്ടി അതല്ലെങ്കിൽ താല്പര്യത്തോടുകൂടി എടുക്കുന്ന ഒരു വണ്ടി നിങ്ങളുടെ ഇഷ്ടപ്രകാരം എന്താ പറയുക അന്വേഷിച്ച് നടന്ന് എടുക്കുന്ന വാഹനങ്ങളാണ് ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒരു ജിപ്സി നല്ലൊരു അടിപൊളി വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനം വേണ്ടവർ ഞാൻ കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ എല്ലാം ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മച്ചാമരെ ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും കാണാൻ കൊടുക്കുക. അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി കിടിലൻ ഓഫ് റോഡ് വണ്ടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ജിപ്സി. അപ്പോൾ ഇതൊക്കെ റയർ പീസ് വാഹനങ്ങളാണ്, മോഹവണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെ പഴയ വാഹനങ്ങൾക്ക് നല്ല വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഇനിയുള്ള സമയങ്ങളിലും ഇതിന് വില കയറിക്കൊണ്ടി തന്നെ ഇരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഇപ്പോൾ കിട്ടാനില്ല. റയർ പീസ് കുറച്ച് എന്താ പറയുക എല്ലായിടത്തും ഉണ്ടാവില്ല ഈ ഒരു വാഹനങ്ങളൊക്കെ. അപ്പോൾ മച്ചാമരെ നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പരമാവധി എല്ലാവരിലേക്ക് സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇതേപോലത്തെ വാഹനങ്ങൾ ഇനിയും വരുന്നതാണ്. റയർ പീസ് വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഞാൻ കാണിക്കുന്നതും സെയിൽ ചെയ്യുന്നതും. അപ്പോൾ ഇതും കൊടുക്കാനുള്ള ഒരു വാഹനം തന്നെ. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ അക്കൗണ്ട് നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൻ ലൈക്ക് ചെയ്ത് വെക്കുക. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങളിലേക്ക് വേഗം എത്താൻ വേണ്ടിയാണ്. പിന്നെന്താ പറയുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇതിൻ്റെയൊക്കെ വരുന്ന വാഹനങ്ങളുടെ സ്റ്റോറി, റീല് കാര്യങ്ങളെല്ലാം പടപടേന്ന് ഇടുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് കാണാം. ഗൈസ്, സഭ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ജിപ്സി, മോഡിഫൈഡ് ആയിട്ടുള്ള നല്ല കിടിലൻ ജിപ്സിയാണ്. അപ്പോൾ ഇതെന്താ പറയുക, ഇതൊക്കെ ഒരു ശരിക്കും മോഹവണ്ടി തന്നെയാണ്. വരും കാലങ്ങളിൽ ഡിമാൻഡ് കുറച്ചും കൂടി കൂടും. ഇപ്പോൾ തന്നെ ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ വളരെ ചുരുക്കമാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ഇതൊക്കെ നല്ല രീതിയിൽ നല്ല വണ്ടിപ്രാന്തന്മാർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ്. വണ്ടിയെ സ്നേഹിക്കുന്നവർക്ക്, വണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക്, എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്ന വണ്ടിയാണ് ഈ ജിപ്സിയൊക്കെ. നല്ലൊരു ഓഫ് റോഡ് വാഹനമാണ്. അപ്പോൾ ഇതിപ്പോൾ കയറിയ ഒരു ലൊക്കേഷൻ കണ്ടല്ലോ, ആ ലൊക്കേഷനിൽ ജസ്റ്റ് ഒന്ന് കയറി. അപ്പോൾ നല്ല രീതിയിൽ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടായി, കുണ്ടും കുഴിയൊക്കെ സിമ്പിളായിട്ട് തന്നെ ചാടി വന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഈ ഒരു ജിപ്സിയൊക്കെ ഈ ഒരു ലുക്കിൽ തന്നെ കാണുന്നതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ. പിന്നെ നല്ല രീതിയിൽ മോഡിഫൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് 4 പുത്തൻ ടയറാണ്. കണ്ടോ, ഈ ടയറിൻ്റെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. 4ഉം ഒരേ കമ്പനിയുള്ള പുത്തൻ ടയറാണ്. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വാഹനമാണ്. അതുപോലെ തന്നെ ബമ്പർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇത് ഏതിൻ്റെ ബമ്പറാണ്? ഓഫ് റോഡ് ബമ്പറാണ്. ഓക്കെ, ഓഫ് റോഡ് ബമ്പറാണ്. അതുപോലെ തന്നെ ഈ ഒരു പെയിൻറ്റിങ് ഇത് എക്സ്ട്രാ ചെയ്തല്ലേ, ഇത് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് നമ്മൾ തന്നെ ചെയ്താണ്, ഫ്ലൂറസെൻറ്റ്. ഓക്കെ, അപ്പോൾ അത് കുറച്ച് ഭംഗിയായിട്ടുണ്ട്. നല്ലൊരു അട്രാക്ഷൻ ഫ്ലൂറസെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് എന്നത് വേറെ അല്ലേ, പ്രൊജക്ടറാണ്. ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം പ്രൊജക്ടറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക ഓഫ് റോഡ് അലോയ്. ഇത് ഡിസ്ക് ബ്രേക്കും കൂടി കൂടിയതാണ് അല്ലേ, ഡിസ്ക് അല്ലേ ഇത് തന്നെ? ഫ്രണ്ട് വന്നെ ഡിസ്ക് ബ്രേക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ ഓഫ് റോഡ് അലോയും കൂടിയാണ് വന്നത്. അതുപോലെ തന്നെ സ്നോർക്കലി ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ചെറിയ രീതിയിൽ പക്ക ലുക്കിംഗ് ആയിട്ടുള്ള ഒരു സ്നോർക്കൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ്, ഫോഗ് കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നല്ല രീതിയിൽ പ്രകാശം വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ആൻറ്റീന ഇതും ലുക്കാണ് അല്ലേ. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. ഓടിക്കുന്നവർക്കും ചെറിയൊരു കംഫോർട്ട് കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും. ഈ ഒരു ഇത്രയും മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു വണ്ടി കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ ഫീൽ തോന്നിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു ജിപ്സി. പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. പവർ സ്റ്റിയറിംഗ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഞ്ചിൻ പരമായിട്ടൊക്കെ എല്ലാം ഓക്കെ. 1.6 എഞ്ചിൻ അല്ലേ. ഓക്കെ, 1.6 എഞ്ചിനാണ് വന്നത്. അപ്പോൾ ഇത് 2001 മോഡൽ വണ്ടി. പേപ്പർ കാര്യങ്ങളൊക്കെ വന്നത് 2031 വരെ പേപ്പറുണ്ട്. ഓക്കെ, 2031 വരെ പേപ്പർ കാര്യങ്ങളുണ്ട്. അപ്പോൾ തേർഡ് ഓണർ അല്ലേ.
അതെ, ഫോർത്ത് ഓണർ. അപ്പോൾ ഫോർത്ത് ഓണറിലാണ് കിടക്കുന്നത്. KL 40Q പെരുമ്പാവൂർ രജിസ്ട്രേഷനായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. നല്ലൊരു ഗ്രേ കളറായിട്ടുള്ള കളർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രത്യേക ഒരു അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അനുഭവപ്പെടുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു ജിപ്സി. അപ്പോൾ എൻ്റെ അടുത്ത് പല ഫ്രണ്ട്സും ചോദിച്ച ഒരു കാര്യമാണ് ഈ ജിപ്സി, ഇങ്ങനത്തെ ജിപ്സി കൊടുക്കാനുണ്ടോയെന്ന്. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഒരു ബ്ലാക്ക് ജിപ്സി ഉണ്ടായി, അത് പോയി. അതിനുശേഷം വേറൊരു റെഡ് കാണിച്ചായിരുന്നു, അതും പോയി. ഇപ്പം ഉള്ള ഒരു ജിപ്സിയാണ് ഈ ഒരു ഗ്രേ കളറായിട്ടുള്ള JDM ഓട്ടോസ്പോർട്ടിൻ്റെ നല്ല കിടിലൻ ഒരു ജിപ്സി. നല്ല എന്താ പറയുക, ലുക്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം താല്പര്യപ്രകാരം കോൺടാക്ട് ചെയ്യുക. പിന്നെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഞാൻ എൻജിൻ ബോണറ്റ് ഒന്ന് നോക്കാമല്ലോ, എൻജിൻ കാര്യങ്ങൾ കാണിച്ചു തരാം. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഷോട്ട് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ചെറിയൊരു ലുക്ക് ഉണ്ട്. അപ്പോൾ ഇത് ട്രാക്കിലും ഓഫ് റോഡൊക്കെ അടിക്കുന്നവർക്ക് പക്കയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അവരാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് അല്ലേ. പിന്നെ ചില വണ്ടിപ്രാന്തന്മാരെടുക്കും. പിന്നെ എനിക്ക് തോന്നുന്നു വലിയ സീനില്ലെന്നു, റോട്ടിൽ ഓടാൻ വലിയ സീനൊന്നുമില്ല അല്ലേ. അധികം ഒരുപാട് മോഡിഫിക്കേഷൻ കാര്യമൊന്നുമില്ല. മേടിക്കുന്നവർക്കും റോട്ടിലൊക്കെ ഓടിക്കുന്നതിന് വലിയ സീനൊന്നുമില്ല. പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ട വല്ല സംഗതി ഇതിനകത്തുണ്ടോ. പിന്നെ ജസ്റ്റ് ഇൻറ്റീരിയർ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സിമ്പിളായിട്ടുള്ള നോർമലി സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഇൻറ്റീരിയർ ഭാഗമൊക്കെ വളരെ ക്ലീനാണ്. നല്ല എന്താ പറയുക, സാധാ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. 4x4 വാഹനമാണ്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ എൻജിൻ ഭാഗം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ എൻജിൻ ഭാഗം വന്നത് 1.6 G16B ആണ്. അപ്പോൾ നല്ല ക്ലീനായിട്ട് തന്നെയുള്ള ഒരു എൻജിൻ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത്യാവശ്യം നല്ല ക്ലീനിൽ തന്നെയുള്ള വാഹനം തന്നെയാണ്. എൻജിൻ ഭാഗം സ്പെഷ്യലി നമ്മൾ എടുത്ത് പറയേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എൻജിനും കാര്യങ്ങളും മൊത്തത്തിൽ കാണിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ എൻജിനും അതുപോലെ തന്നെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഫുള്ളായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കാണിക്കേണ്ടത് റണ്ണിങ്ങും കൂടിയാണ്. റണ്ണിങ് വീഡിയോ ഞാൻ കയറി ഇപ്പോൾ യാത്ര ചെയ്തപ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ക കണ്ടീഷൻ തന്നെയാണ്. നല്ല കാര്യം സൗണ്ട് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. നല്ലൊരു ഷോയും കൂടിയാണ്. അപ്പോൾ ഇനി ജസ്റ്റ് ഞാൻ അതിൻ്റെ റണ്ണിങ്ങും കൂടി കഴിഞ്ഞിട്ട് ഇതിൻ്റെ വിലവിവരത്തിലേക്ക് വരാം. അപ്പോൾ നമുക്ക് വാഹനം ഏതായാലും ഓടിച്ച് നോക്കാം. നല്ല രീതിയിൽ തന്നെ എന്താ പറയുക, നല്ല സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേ കണ്ട പുറയിലേക്ക് കിടക്കണ ആ ഒരു സൗണ്ട്. ഇപ്പോൾ ഞാൻ റണ്ണിങ് ചെയ്ത് വന്നപ്പോഴും പക്ക കണ്ടീഷൻ, എന്താ പറയുക, നല്ല മോഹവണ്ടി എന്ന രീതിയിൽ ഒരുപാട് ഫ്രണ്ട്സ് ഓടിച്ച് താല്പര്യത്തോട് ഞാൻ ഇതിന് മുന്നേ പല വാഹനങ്ങൾ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു ജിപ്സി. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി ജിപ്സി ജസ്റ്റ് റണ്ണിങ് കാണാം. പക്ക കണ്ടീഷൻ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പോട്ടൊക്കെ ഉണ്ടല്ലോ, ആലുവയുടെ ഉള്ളിലാണ്, കിടിലൻ സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ജസ്റ്റ് ഇനി റണ്ണിങ് വേണം. അപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ ഹൈറ്റ് ഉള്ളതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. അപ്പോൾ നമുക്ക് പോവല്ലേ. ഓ മാൻ, ഒന്നും പറയാനില്ല. നൈസ്. വളരെ ചെറിയ വഴിയാണ് കേട്ടോ. ഓ, ചെറിയൊരു ഓഫ് റോഡ് വല്ല കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോനൊന്നും പറയാനില്ല. വണ്ടി വെറുതെ തീ വാർന്ന രീതിയിലുള്ള തെറിക്കണ വണ്ടിയാണ് കേട്ടോ. ഒന്നും പറയാനില്ല. അടിപൊളി പോലാട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞാൻ ചെളിയൊക്കെ നൈസായിട്ട് തെറിക്കുന്നുണ്ട്. കണ്ടാ മിററുമ്പോ തന്നെ കണ്ടാ ചെളി നല്ല രീതിയിലുണ്ട്. കൊള്ളാട്ടോ സംഭവം. ശരിക്കും നമ്മ ഗ്ലാസ് ഒക്കെ ഇട്ട് ഇരിക്കണം. ചെളി കാര്യങ്ങളൊക്കെ അതിപ്പോ നമ്മിപ്പോ അടത്തുനിന്ന് കയറി വന്നുകൊണ്ടാണ് ചെളി കാര്യങ്ങളൊക്കെ. സാധാ റോട്ടിലൊന്നും വിഷയമില്ല. കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, സ്പീഡും ഉണ്ട്, പവറും ഉണ്ട്, സൗണ്ടും ഉണ്ട്, എല്ലാം അടങ്ങുന്ന വണ്ടിയാണ് നമ്മുടെ ഈ ഒരു ജിപ്സി. ചെറിയ ഹമ്പ് വന്ന് കണ്ട, ചവിട്ടൊക്കെ വളരെ പക്കയുണ്ട, ഒന്നും പറയാനില്ല. അപ്പോൾ ഇതിപ്പോൾ ഓഫ് റോഡിൽ നിന്ന് കയറി ചെറിയ റോട്ടിൽ കൂടിയാണ് പോണത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡ്. ഇനിയിപ്പോൾ നമ്മൾ ഹൈവേ കൂടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം
പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഡെയിലി ഇടക്കിടക്ക് യൂസ് ചെയ്യണം. കുറേ നാളെ നമുക്കിത് വല്ലപ്പോഴും എടുത്ത് ഓടിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെതായ ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ കുഴപ്പമൊന്നുമില്ല. സൗണ്ട് ഒരു അന്യായ വെറൈറ്റി സൗണ്ടാണ്. കിടന്ന് പൊട്ടണ പോലത്തെ ഒരു സൗണ്ടാണ്. ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ആലുവയിലുള്ള ആ ഹൈവേ എത്തിയിട്ടുണ്ട്. മച്ചാമാരെ ഒന്നും പറയാനില്ല. കൊള്ളാട്ടോ. നൈസ്. മെയിൻ ഹൈവേ എത്തിയിട്ടുണ്ട്. നമുക്ക് ഹൈവേയിൽ ജസ്റ്റ് ഒന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഹൈവേ പെർഫോമൻസ് ഇത്ര നേരം അടിച്ചത് ഓഫ് റോഡായിരുന്നു. ഓഫ് റോഡ് വലിയ കുഴപ്പമുണ്ടായില്ല. ഹൈവേ കൊള്ളാട്ടോ. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് തൃശ്ശൂരാണ്, ഇങ്ങോട്ട് പോകുന്നതാണ് ആലുവ. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് നേരെ കയറി തന്നെയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ചെളിയുണ്ടോ? ഈ ഗ്ലാസ്സുമൊക്കെ നല്ല രീതിയിൽ ചെളി ഇരിപ്പുണ്ട് കേട്ടോ. അതിപ്പോൾ ഒന്നാണ് ടയർ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് ചാടിയിട്ടുണ്ട്, കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ചെളിയാണ്. എന്നാലും വലിയ സീനൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി ഹൈവേ കയറാം. ഹൈവേ കയറിയിട്ട് വേണം അടുത്ത റണ്ണിങ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഹൈവേ വണ്ടികൾ നല്ല സ്പീഡിലാണ് വന്നേണ്ട. വണ്ടി ഹൈവേ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ വണ്ടികൾ വന്നുകൊണ്ട് നോക്കണം. അവിടെ നിന്നും വണ്ടി വന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഹൈവേ പെർഫോമൻസ് ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ബെറ്റർ. ഒന്നും പറയാനില്ല. കിടിലൻ പെർഫോമൻസ് സൗണ്ടാണ്. കണ്ട വലിയ കുലുക്കോ അങ്ങനെ കാര്യമൊന്നുമില്ല. യാത്രാസുഖം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ബ്രിഡ്ജ് ആദ്യമൊക്കെ വരുമ്പോഴുള്ള രണ്ടാമത്തെ ബ്രിഡ്ജാണിത്. ഹൈവേ പെർഫോമൻസ് കുഴപ്പമൊന്നുമില്ല. നോർമലി പോകുമ്പോഴും വലിയ സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ മിസ്സിങ് കാര്യമൊന്നുമില്ല. കുഴപ്പമില്ലാത്ത ഒരു എന്താ പറയുക വണ്ടി തന്നെയാണ്. ശരിക്കും ഈ ഒരു വാഹനം ഓടിക്കേണ്ടത് ഇങ്ങനത്തെ പർപ്പസ് അല്ല. ഓഫ് റോഡ്, ഓ നൈസ്, ഓഫ് റോഡ് അല്ലെങ്കിൽ പിന്നെ ഹൈ റേഞ്ച് ആ ഒരു ചെളി അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൂടെയൊക്കെയാണ് ഇത് ഓടിച്ച് നടക്കേണ്ട ഒരു വണ്ടിയാണ്. അങ്ങനത്തെ പെർഫോമൻസ് ഉള്ള വാഹനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലി ഒരു ഹൈവേയിൽ അതിൻ്റെ കൂടുതൽ ഇതൊന്നും അറിയില്ല. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ അപ്പോൾ നല്ല രീതിയിൽ തന്നെ തിരക്കുള്ളതുകൊണ്ട് നല്ല ട്രാഫിക് കാര്യങ്ങളുണ്ട്. സ്ലോവിലും പോകുന്നുണ്ട്, ഫാസ്റ്റിലും നമ്മൾ പോകുന്നുണ്ട്. എല്ലാ രീതിയിലും പോയി കാണിക്കുന്നുണ്ട്. വണ്ടി ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ട്. മറ്റുള്ള ജിപ്സിനെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടി ബെറ്ററാണ്. പിന്നെ എല്ലാ ജിപ്സിയും പ്ലാറ്റ്ഫോമും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ റണ്ണിങ് കാര്യങ്ങളൊക്കെ. കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം പവർ, ഓവർടേക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. അപ്പം മച്ചാന്മാരെ 2001 മോഡലായിട്ടുള്ള ഈ ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുമോ. നൈസ്. ഹൈവേയിലൊക്കെ വെറുതെ പക്ക പെർഫെക്റ്റ് സാധനം. കയറ്റൊക്കെ വെറുതെ വലിഞ്ഞ് പടയെന്നാണ് കയറുന്നത്. കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നല്ല വണ്ടിയാണ്. നൈസ്, അടിപൊളി പെർഫോമൻസ്, അടിപൊളിയായിട്ടുണ്ട്. അപ്പം മച്ചാന്മാരെ നമുക്കപ്പോൾ ഇനി ഇതിൻ്റെ വില വിവരത്തിലേക്ക് വരാം. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ, ഔട്ട് സൈഡ് എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, പക്ക കണ്ടീഷനായിട്ടുള്ള ഒരു വണ്ടിയായിട്ട് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഈ ഒരു വണ്ടിനെ കുറിച്ച് തന്നെ. നമുക്ക് ഏതായാലും ഇനി വിലവിവരം നോക്കാം. അപ്പോൾ മച്ചാമാരെ നമ്മുടെ ഈ ഒരു ജിപ്സി ഇൻറ്റീരിയർ, ഔട്ട് സൈഡ്, അതുപോലെ തന്നെ റണ്ണിങ്, എൻജിൻ സൈഡ് മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞ്. അപ്പോൾ ഈ ഒരു വാഹനം ഇതൊരു മോഹവണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നല്ല രീതിയിൽ ഓഫ് റോഡാ അല്ലെങ്കിൽ തന്നെ ഒരു വണ്ടി പ്രാന്തന് നല്ലൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ വാഹനം കൂടിയാണ് നമ്മുടെ ഈ ഒരു ജിപ്സി. അപ്പം മച്ചാമാരെ ഇതിൻ്റെ വില ചോദിക്കുന്നത് 4,25,000 രൂപയാണ്. അതിൽ നിന്ന് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടാവും. അത് ജസ്റ്റ് ആസ്കിങ് പ്രൈസ് മാത്രം. പിന്നെ എന്താ പറയുക, ഇത് 2001 വാഹനമാണ്. ഇതൊരു ആർമി വാഹനം കൂടിയായിരുന്നു. അപ്പോൾ അറിയാമല്ലോ, അത്യാവശ്യം എടുത്തതിന് ശേഷവും
നല്ല രീതിയിൽ പെയിന്റിങ്ങും അതുപോലെ തന്നെ ടയർ, ഈ മോഡിഫൈഡ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് നല്ല രീതിയിൽ ചിലവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു മോഹവണ്ടിയാണ്. പിന്നെ ഒരു താല്പര്യപ്രകാരം നമ്മുടെ ഈ ഒരു വാഹനമൊക്കെ നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടപ്രകാരം നമ്മൾ എടുക്കുന്ന വണ്ടികളാണ്. ഇതേപോലത്തെ ജിപ്സി, പഴയ വാഹനങ്ങൾ, ഇങ്ങനത്തെ വാഹനങ്ങളെല്ലാം തന്നെ. അപ്പോൾ മച്ചാമാരെ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. വന്ന് കാണാനുള്ള സൗകര്യമുണ്ട്, ചെക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ഓണർക്ക് തന്നെ ഇദ്ദേഹത്തിന് തന്നെ അടിപൊളി ഒരു കിടിലൻ ഷോപ്പുണ്ട്. JDM എന്നാണ് ആ ഷോപ്പിൻ്റെ പേര്. അദ്ദേഹം അതിനകത്ത് തന്നെ എല്ലാം അദ്ദേഹത്തിൻ്റെ ഇഷ്ടംപോലെ വാഹനങ്ങൾ വേറെ ഉണ്ട്. റയർ പീസ് വാഹനം വേറെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വഴിയെ വരുന്നുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊണ്ടുവരാം. വെറൈറ്റി വാഹനങ്ങളാണ്. ഞാൻ വരെ കിടക്കി പോകും. ഞാനിതിന് മുന്നേ ഒരു വണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി ഒരെണ്ണം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഇതും അദ്ദേഹത്തിൻ്റെ വണ്ടിയാണ്. അപ്പോൾ അയാൾക്ക് സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഫുള്ള് റീസ്റ്റോറേഷനൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ നോക്കി എടുത്ത് നല്ല രീതിയിൽ കൊണ്ടു നടന്ന് യൂസ് ചെയ്ത അദ്ദേഹത്തിൻ്റെ വണ്ടിയാണ്. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിൻ ഭാഗമൊക്കെ അദ്ദേഹം പക്കയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടാകും. നമുക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ഈ ഒരു ജിപ്സി. അപ്പോൾ മച്ചാമാരെ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ഇതെല്ലാവരിലേക്ക് എത്തിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു അടിപൊളി വാഹനം വേണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വന്നാലും ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.